ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, ബുദ്ധിമുട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലുള്ള പാലം. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. രണ്ട് കുട്ടികളുള്ള ഒരാളെ രക്ഷിക്കുന്ന കാണാൻ പറ്റും. ഇതൊരു പോം അല്ല, ദിസ് ഇസ് നോട്ട് എ പോം. ഓക്കെ, പക്ഷേ പോയമായിട്ടാണ് കാണിക്കുന്നത്. ദിസ് ഇസ് ആക്ച്വലി എ സോങ് ബൈ സൈമൺ ആൻഡ് ഗാർഫങ്കിൾ. വളരെ ഫേമസ് ആയ ഇംഗ്ലീഷ് സോങ് റൈറ്റേഴ്സ് ആണ്, സിംഗേഴ്സ് ആണ്. ഓക്കെ, സൈമൺ ആൻഡ് ഗാർഫങ്കിൾ രണ്ടാൾക്കാർ ഡുവോ ആണ്. അവർ ബാൻഡായിട്ട് പെർഫോം ചെയ്യും. വളരെ ഫേമസ് ആണ്. പണ്ട് കാലത്ത് നിങ്ങൾ ചിലപ്പോൾ കേൾക്കണമെന്നില്ല. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ ഒരു ഇതൊരു പാട്ടാണ്. ഓക്കെ, ഇത് പാട്ടാണ്. നിങ്ങളൊന്ന് വെറുതെ ഗൂഗിളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഞാൻ പാടുന്നില്ല, നമുക്ക് പോയമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ. നമുക്ക് തീമിലേക്ക് കിടക്കാം. എന്താണ് ഈ പോയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓക്കെ, ദ സോങ് ആണ് കേട്ടോ. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ കൺവേസ് ദ തീം ഓഫ് സപ്പോർട്ട്. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് റബ്ബർ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അല്ലെ പനി പിടിച്ച് വീട്ടിലിരിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലേ? നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യില്ലേ? അതേപോലെ ഇവിടെ സപ്പോർട്ടാണ് പറയുന്നത്. സപ്പോർട്ട്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സെൽഫ്ലെസ് ലവ്. മക്കളെ, സെൽഫ്ലെസ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ്ലെസ് എന്ന് പറയുമ്പോൾ സെൽഫിഷ് എന്താണെന്ന് അറിയാലോ? സെൽഫിഷ് എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് വേണം അല്ലേ? എടാ എനിക്കത് വേണം, ഈ ചിക്കൻ പീസ് എനിക്ക് വേണം, എനിക്ക് ആ പെൻസിൽ വേണം, എല്ലാം എനിക്ക് വേണം അല്ലേ? സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. നീ എടുത്തോടാ, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ബാക്കിയുള്ളവരെ പറ്റി ആലോചിക്കുക അല്ലേ? അതാണ്. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ്, ബാക്കിയുള്ളവരെ പറ്റിയുള്ള സ്നേഹം. ഓക്കെ, അതാണ്. ഇറ്റ് ഹൈലൈറ്റ്സ് ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഓഫറിങ് കംഫർട്ട്, അവരെ സുഖമാക്കി വെക്കുക, ആൻഡ് അവർക്ക് എന്താണ്? ഒരു ശക്തി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്പ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ കമൻറ്റിലിടുക. ഓക്കെ, റെഡി. സമ്മറി നോക്കാം ഈ സോങ്ങിൻ്റെ. ദ സോങ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ്. ഓക്കെ, നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയാൽ, നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്ക്, ഒരു ബ്രിഡ്ജിൽ ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട് വന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് വന്ന് നിങ്ങളെ ഉയർത്തി ഹെൽപ്പ് ചെയ്യണം. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, വെള്ളം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ നിനക്കൊരു പാലം പോലെ പണിത് തരാം, ഞാൻ ഒരു പാലമായിട്ട് നിങ്ങൾക്ക് നിൽക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ബുദ്ധിമുട്ട്. ഓക്കെ, ഇറ്റ് അഷ്യൂർസ് ദാറ്റ് ത്രൂ ഡിഫിക്കൽട്ട് ടൈംസ്, ബുദ്ധിമുട്ടുള്ള സമയത്ത് ദേ ആർ നോട്ട് അലോൺ. നിങ്ങളുടെ ഫ്രണ്ട്സ് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒരിക്കലും തന്നെയല്ല ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് അലോൺ. ആസ് എ ഫ്രണ്ട്, ട്രൂ ഫ്രണ്ട് ഷുഡ് ബി ഓൾവേസ് ദെയർ. ഒരു ശരിക്കത്തെ ഫ്രണ്ട് എന്നാണ് എപ്പോഴും കൂടെ ഉണ്ടാവും. ദ ഇമേജറി ഓഫ് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ സിംബലൈസസ് പ്രൊട്ടക്ഷൻ. അപ്പം ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നിനക്കൊരു പാലമായിട്ട് ഞാൻ പണിത് തരാമെന്നല്ല പറയുന്നത്. എന്താണ് പ്രൊട്ടക്ട് ചെയ്യും, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, ഗൈഡൻസ്, നിന്നെ നയിക്കും ഫ്രണ്ടിലേക്ക്. ഓക്കെ, ആൻഡ് നിന്നെ സ്നേഹിക്കും, ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവുന്ന പറയുന്നത്. ഓഫറിങ് സ്ട്രെങ്ത് ഇൻ ടൈംസ് ഓഫ് സോറോ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഉണ്ടാവുന്നതാണ് പറയുന്നത്, ഫ്രണ്ടായിട്ട്. ഓക്കെ, റെഡി. നമുക്ക് ഈ പോയത്തിലെ ലൈൻസ് നോക്കാം, സോങ്ങിലെ ലൈൻസ് നോക്കാം. വെൻ യു വേരി. മക്കളെ, വേരി എന്ന് പറയുമ്പോൾ എന്താണ്? ടയേർഡ്. ഓക്കെ, അല്ലെങ്കിൽ മടുത്തിരിക്കുമ്പോൾ, നിങ്ങൾ കഷ്ടത്തിലാകുമ്പോൾ. ഓക്കെ, വെൻ യു ആർ വേരി, ഫീലിംഗ് സ്മോൾ. മക്കളെ, എപ്പോഴാണ് ഫീലിംഗ് സ്മോൾ? നമ്മൾ വെൻ ഡു യു ഫീൽ ബിഗ്? നീ വലുതാണെന്ന് എപ്പോഴാണ് ഫീൽ ചെയ്യുക? നമ്മൾ എന്തെങ്കിലും കറക്റ്റ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും അല്ലേ? നമ്മൾ എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞ് നിങ്ങൾ ഒരു പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ശക്തിയൊന്നും ഉണ്ടാവില്ല അല്ലേ? ടയേർഡ് ആയിരിക്കും. യു ഫീൽ സ്മോൾ, നീ ഒന്നും അല്ല എന്ന് ഫീൽ ചെയ്യില്ലേ? അതാണ് പറയുന്നത് അല്ലേ? when tears are in your eyes. മക്കളെ, when tears are in your eyes എന്ന് പറയുമ്പോൾ എന്താണ്? കരയുക അല്ലേ? എന്താണ് മക്കളെ? കണ്ണുനീർ എപ്പോഴാണ് കണ്ണിലുണ്ടാവുക? അപ്പോൾ കരയുമ്പോൾ അല്ലേ? ഫുൾ സാഡ് ആയിരിക്കുമ്പോൾ. ഐ വിൽ ഡ്രൈ ദം ഓൾ. ഓക്കെ, മക്കളെ, അതെന്താണ്? തുടച്ച് കളയെന്നാണ് പറയുന്നത്. യെസ്, ഐ വിൽ ഡ്രൈ ദം ഓൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ ബി ദെയർ. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട് വന്നാലും നിങ്ങളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ എം ഓൺ യുവർ സൈഡ്. ഓക്കെ, നിന്റെ ഈ സൈഡിൽ നിൽക്കുന്നതാണോ? അല്ല, ഐ എം ദെയർ ഫോർ യു. ഓക്കെ, ഐ എം ദെയർ ഫോർ യു. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാവുന്ന പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് ആ സൈഡിലുണ്ടെന്നല്ല, ഐ എം ദെയർ ഫോർ യു. ഓക്കെ, ദെയർ ഫോർ യു. ഓക്കെ, ഇത് നിങ്ങൾ എക്സാമിൽ ഫോർ യു എന്ന് എഴുതി വെക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് രസത്തിന് വേണ്ടി കാണിച്ചത്. ഓക്കെ, വെൻ ടൈം ഗെറ്റ്സ് റഫ്. മക്കളെ, സമയം ലേറ്റ് ആകുമ്പോഴാണോ സമയം റഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫിക്കൽട്ട്. ഓക്കെ, ഡിഫിക്കൽട്ട് സമയം, നിനക്കൊരു ബുദ്ധിമുട്ടുള്ള സമയമുള്ളപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തുള്ളപ്പോൾ. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു സുഹൃത്തിനെ കിട്ടില്ലാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഉണ്ടാവുന്ന പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു ഫ്രണ്ടും വേണ്ട. നീ സങ്കടമായിരിക്കുമ്പോൾ, നീ ചെറുതായി ഫീൽ ചെയ്യുമ്പോൾ, നീ കരയുമ്പോൾ ഞാൻ അത് വന്ന് തുടയ്ക്കും. ഓക്കെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആൻഡ് സമയം എത്ര ബുദ്ധിമുട്ടായിക്കോട്ടെ, വേറൊരു ഫ്രണ്ടും കിട്ടാത്തപ്പോൾ ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ പേര് കമന്റിലിടുക. ഓക്കെ, അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണം. അതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഈ ട്രൂ ലവ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഇതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ്? എങ്ങനെ ഉണ്ടാവും? ഞാൻ അടിപൊളി ഫ്രണ്ടിനെ പോലെ ഉണ്ട്. അതൊരു കമ്പയർ ചെയ്യുന്നത് എന്തിനായിട്ടാ? ലൈക്ക്. മക്കളെ, ഈ ലൈക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലൈക്ക്, ഞാനൊരു ട്രൂ ഫ്രണ്ടിനെ പോലെ ഉണ്ടാവും. ലൈക്ക് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. മക്കളെ, ഒരു പാലം പോലെ അല്ലേ? എന്താണ്? ഇപ്പം നോക്കിയേ, ഒരു ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, നമ്മുടെ സോങ്ങിൻ്റെ പേര്.
ഇങ്ങനെ ഭയങ്കര വെള്ളം, ഇങ്ങനെ ഭയങ്കര കഷ്ടമുള്ള വെള്ളം ഉണ്ടാവും. ഓക്കെ, പക്ഷേ നീ ഇതിൽ കൂടെ സഹിക്കേണ്ട, നീ വെള്ളത്തിൽ പോയിട്ട് മുങ്ങണ്ട, ഒന്നും സംഭവിക്കില്ല. ഞാനൊരു പാലം പണി തരും. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു പാലം ഉണ്ടാക്കി തരും, നീ അതിൽ കൂടെ പോയിക്കോ, ഞാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി, ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് ബുദ്ധിമുട്ട് വേണമായിക്കോട്ടെ, ഞാൻ നിനക്കൊരു പാലം പോലെ ഉണ്ടാവും. ഓക്കെ, ആ വെള്ളത്തിൽ കൂടെ നീ കഷ്ടപ്പെട്ട് നീന്തി പോകണ്ട, ഞാൻ ഈ പാലത്തിൽ ഉണ്ടാവും, നിനക്കൊരു പാലമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാവും, നീ എന്നെ വില കൂടെ നടന്നു പോയാൽ മതി. ഐ എം ദെയർ ഫോർ യു എന്ന് പറയുന്നത്. ഓക്കെ, ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ എന്നെ തന്നെ അവിടെ നിർത്തി തരാം. ഞാൻ എന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലേ? നിങ്ങളിപ്പം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ റീല് കോമഡി ആയിട്ട് കണ്ടു അല്ലേ? ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലേ, ഒരു വെള്ളം ഉണ്ടാവും, ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടാവും അല്ലേ, ഒരു പെൺകുട്ടി ഉണ്ടാവും, പെൺകുട്ടി ആൺകുട്ടി ആര് വേണമായിക്കോട്ടെ, ഒരു പെൺകുട്ടി ഉണ്ടാവും. ഈ കുട്ടിക്ക് എന്താണ് ഇവിടേക്ക് ചാടണം, പക്ഷെ എന്താണ് പറ്റില്ല. അപ്പം എന്താണ്, ഒരു ആൺകുട്ടി ഇങ്ങനെ നിന്ന് തരും. ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് ഇയാൾ ഇതിന്റെ മേലെ കൂടെ നടക്കും അല്ലേ? കണ്ടിട്ടില്ലേ കോമഡി, റീല് കണ്ടിട്ടില്ലേ? അതേപോലെ അത് പക്ഷേ മെറ്റഫോറിക്കലി ഒരാൾക്ക് പാലം പണിത് കൊടുക്കുക, പാലമാവുന്നില്ല, മെറ്റഫോറിക്കലി അത് എന്താണ് കാണിച്ചു കൊടുക്കുക, ആ ഡെപ്ത് കാണിക്കുകയാണ്. ഞാൻ എന്നെ അവിടെ കിടത്തി തരും, ഞാൻ അവിടെ കിടക്കും. എന്തിന്? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഈ പാലം കിടക്കുന്ന പോലെ ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി നിന്ന് തരുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽപ്പ് പോലെ ഞാൻ ഉണ്ടാവും നിനക്ക്. ഐ വിൽ ലേ മീ ഡൗൺ വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്. ഓക്കെ മക്കളെ, വെൻ യു ആർ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ യു ആർ സാഡ്. ഓക്കെ, ഡൗൺ, വെൻ യു ആർ ഡൗൺ, വെൻ യു ആർ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൗൺ ആയി ഫീൽ ചെയ്യുക, ഡൗൺ, ദിവസങ്ങളൊക്കെ ഡൗൺ, ഔട്ട്, ഫുൾ പോയിരിക്കുക, ഫുൾ ലോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നീ സങ്കടമായിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, ട്രൂ ഫ്രണ്ടിനെ പോലെ. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാവുന്ന എങ്ങനെ? ഒരു ട്രൂ ഫ്രണ്ടിനെ പോലെ, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. നിനക്കൊരു പാലം പോലെ ഞാൻ ഉണ്ടാവുന്ന പറയുന്നത്. വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്. ഓക്കെ, വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, നീ ഇങ്ങനെ റോഡിൽ തന്നെ ആയിരിക്കുമ്പോൾ. ഓക്കെ, വെൻ ഈവനിങ് ഫോൾ സോ ഹാർഡ്. ഓക്കെ, വൈകുന്നേരം ആക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുമ്പോൾ, ഐ വിൽ കംഫർട്ട് യു, ഞാൻ ഉണ്ടാവിടെ നിന്റെ കൂടെ എന്ന് പറയുന്നത്. ഓക്കെ, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്. വെൻ ഡാർക്ക്നെസ് കം ആൻഡ് പെയിൻ ഇസ് ഓൾ അറൗണ്ട്. ഓക്കെ, അപ്പൊ പറയുന്നത് എന്താണ്? നിനക്ക് സങ്കടമുള്ളപ്പോഴും നീ തന്നെ ലൈറ്റ് ഇല്ലാത്തപ്പോൾ, പ്രകാശമില്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ എന്നാ പറയുന്നത്. ഓക്കെ, ട്രൂ ഫ്രണ്ട്ഷിപ്പ്, എല്ലാവരും ട്രൂ ഫ്രണ്ട്ഷിപ്പ് നേടുക. ഓക്കെ, ലൈക്ക് എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഉണ്ടാവുന്ന പറയുന്നത്? ഞങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തരുന്നതാണോ? അല്ല, ഇവിടെ കമ്പാരിസൺ എന്താ? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ അല്ലേ? അപ്പം നിനക്ക് വേണ്ടി ഒരു പാലം പോലെയായിട്ട് ഞാൻ ഉണ്ടാവും. ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ അങ്ങ് കിടന്നു തരും, നിനക്ക് അതിൻ്റെ മേലെ കൂടെ കംഫർട്ടബിൾ ആയിട്ട്, നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ഉണ്ടാവുന്ന പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റിലേക്ക് വരാണ്. Sail on, silver girl, sail on by. Your time has come to shine. All your dreams are on their way. See how they shine. Oh, if you need a friend, I'm sailing right behind. മുന്നോട്ട് പോ മക്കളെ. സെയിൽ ഓൺ സിൽവർ ഗേൾ എന്ന് പറയുമ്പോൾ, സിൽവർ ഗേൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? കയറിപ്പോ, തിളങ്ങുന്ന ഒരു കുട്ടി, നീ കയറിപ്പോടാ, നിനക്ക് പറ്റും, നീ മുന്നോട്ട് പോകാനാ പറയുന്നത്. ഓക്കെ, സെയിൽ ഓൺ എന്താണ്? ഒരു കമ്പാരിസൺ അല്ലേ? നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകണം എന്നല്ല പറയുന്നത്, മുന്നോട്ട് പോ, ഗോ എഹെഡ് ഇൻ ലൈഫ്. ഓക്കെ, എന്താണ്? ഗോ എഹെഡ്. ഓക്കെ, മുന്നോട്ട് പോകാൻ പറയുന്നത്. നമ്മുടെ ഒരു ട്രൂ ഫ്രണ്ടിന് അല്ലേ, അവനെ ജയിച്ച് പോട്ടെ, കയറിപ്പോട്ടെ എന്ന് പറയുന്നത് അല്ലേ? ഗോ എഹെഡ് ഇൻ ലൈഫ്. ഓക്കെ, മുന്നോട്ട് പോകാൻ പറയുന്നത്. ഗോ ടു യുവർ സക്സസ്, യുവർ ടൈം ഹാസ് കം ടു ഷൈൻ. ഓക്കെ, the time, okay, your time has come to shine. അല്ലേ, നിനക്ക് തിളങ്ങാനുള്ള സമയം, നിന്റെ ചാൻസ് എത്തിയിരിക്കുകയാണ്. all your dreams are on their way. നിന്റെ സ്വപ്നങ്ങൾ, നിനക്ക് ആവേണ്ടതൊക്കെ ആവാനുള്ള ടൈം എത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. see how they shine. നീ ഇങ്ങനെ തിളങ്ങും, നീ സക്സസ്ഫുൾ ആവുന്നാ പറയുന്നത്. ഇതിനിടയ്ക്ക് നിന്റെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും, ഓക്കെ, ഇതിനിടയ്ക്ക് പറയണം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറയണം. പറയാൻ പറഞ്ഞേ, ഇഫ് യു നീഡ് എ ഫ്രണ്ട്, നിനക്കൊരു ഫ്രണ്ട് വേണമെങ്കിൽ, നിങ്ങൾക്കൊരു സുഹൃത്ത് വേണമെങ്കിൽ, ഐ എം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്, തൊട്ട് പുറകിൽ, ഐ വിൽ ബി ദെയർ ഫോർ യു. ഓക്കെ, ഞാൻ ഉണ്ടെന്നാ പറയുന്നത്. ഐ എം ദെയർ ഫോർ യു. ഓക്കെ, ഐ എം ഓൾവേസ്. ഓക്കെ, നീ എവിടെ പോയാലും ലൈഫിൽ മുന്നോട്ട് എവിടെ പോകുമ്പോഴും എപ്പോഴെങ്കിലും ഒരു ഫ്രണ്ട് വേണം എന്ന് തോന്നുന്നു, ഐ എം ഓൾവേസ് ദെയർ ഫോർ യു. ഓക്കെ, എപ്പോൾ ഒരു സഹായം വേണമെങ്കിലും ഞാൻ നിന്റെ പുറകിലുണ്ടാവും. നീ സക്സസ്ഫുൾ ആവ്, നീ പോയി ജയിക്ക്, ഞാൻ നിന്റെ പുറകിലുണ്ടാവുന്ന പറയുന്നത്. ഓക്കെ, ഈ ലൈൻസ് ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ഹാർട്ട് ഇമോജി ഇട്. ഓക്കെ, നിങ്ങൾക്കും അങ്ങനെ ഒരു ദിസ് ഇസ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, എവിടെ ലൈഫിൽ മുമ്പോട്ട് പോ, പേടിക്കണം, ഞാനുണ്ടാവും. നിങ്ങളുടെ വെള്ളത്തിൽ നല്ല ഷൈൻ ചെയ്ത് നീ തിളങ്ങി ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന പറയുന്നത്. ഓക്കെ, ഞാനുണ്ട്. എപ്പോഴെങ്കിലും ഫ്രണ്ട് വേണമെങ്കിൽ ഞാൻ ഉണ്ടാവും. എങ്ങനെ? ആ വെള്ളം എപ്പോഴെങ്കിലും ട്രബിൾഡ് വാട്ടർ ആവുമ്പോൾ, ലൈക്ക് എ ബ്രിഡ്ജ്, നീ വെള്ളത്തിൽ മുമ്പ് ആ വെള്ളം ബുദ്ധിമുട്ടാവുമ്പോൾ ഞാൻ ഒരു ബ്രിഡ്ജ് പോലെ അവിടെ ഉണ്ടാവും. ബ്രിഡ്ജ് പോലെ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഇങ്ങനെ വലിയ കൊടുങ്കാറ്റൊക്കെയുള്ള വെള്ളത്തിന് മേലെ കൂടെ ഞാനൊരു ബ്രിഡ്ജ് പോലെ ഉണ്ടാവും നിനക്ക്. ഐ വിൽ ഈസ് യുവർ മൈൻഡ്. നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നിനക്ക് സമാധാനം തരും. ഓക്കെ, ഈസ് യുവർ മൈൻഡ്. എന്ന് പറഞ്ഞാൽ നിന്റെ മൈൻഡ് നല്ല കൂളാക്കും, ചില്ലാക്കും. ഓക്കെ, ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് മൈൻഡ്, ട്രബിൾഡ് വാട്ടർ, ഐ വിൽ ഈസ് യുവർ മൈൻഡ്. നിനക്ക് സമാധാനം തരും. ഓക്കെ, ഞാനുണ്ടാവും കൂടെ സംസാരിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോം അപ്രീസിയേഷൻ. ഇതിന്റെ അപ്രീസിയേഷൻ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ദ സോങ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ കൺവേസ് എ തീം ഓഫ് സെൽഫ്ലെസ് ലവ്. സെൽഫ്ലെസ്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും, സപ്പോർട്ട് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്.
ഇറ്റ് റിയഷോർസ് ദാറ്റ് ഫേസിങ് ഡിഫിക്കൽട്ടീസ് ആർ നോട്ട് അലോൺ. ബുദ്ധിമുട്ടുമ്പോൾ നീ തന്നെയല്ല, ഞാനുണ്ട് ഫ്രണ്ടായിട്ട്. ആൻഡ് ദാറ്റ് സംവൺ വിൽ ഓൾവേസ് ബി ദർ ടു ഹെൽപ്പ്. ദ മെറ്റഫർ, ഇതൊരു മെറ്റഫർ ആട്ടോ, ഇത് നോട്ട് ചെയ്തോ, ദിസ് ഇസ് എ മെറ്റഫർ. എന്താണ്? അയ്യോ പോയതിലേക്ക് വിട്. ദ മെറ്റഫർ ബ്രിഡ്ജ് ഓവർ ട്രബിൾ വാട്ടർ സിംബലൈസസ്, എന്താണ് സ്ട്രെങ്ത്, പ്രൊട്ടക്ഷൻ ആൻഡ് അൺവേവറിങ് സപ്പോർട്ട്, നിർത്താത്ത സപ്പോർട്ട് ഉണ്ടാവുന്ന പറഞ്ഞു. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, എന്താണ് ഇവർ പറയുന്നത്? ഓക്കെ, സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ബ്രിഡ്ജ് ഓവർ, ഞാൻ പാലം പണി തരുന്നല്ല പറയുന്നത്, ഞാൻ പാലം പോലെ നിനക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഉണ്ടാവുന്ന പറയുന്നത്. ദ പോയറ്റ് യൂസസ്, ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാം? ഇമേജറി ഉണ്ട് അല്ലേ? നമുക്ക് ഷൈൻ, സിൽവർ ഗേൾ എന്നൊക്കെ പറയുന്നത്, ഷൈൻ എന്താ സെയിൽ ചെയ്ത് പോകാൻ പറയുന്നു. ഓക്കെ, ഡാർക്ക്നെസ്, മെറ്റഫർ ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ റെപ്പറ്റീഷൻ ഉണ്ട്. ഈ വാക്കുകൾ എപ്പോഴെപ്പോഴും, ഈ ലൈൻസ് എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർസോണിഫിക്കേഷൻ, ഡ്രീംസ് ആർ ഓൺ ദെയർ വേ. മക്കളെ, സ്വപ്നങ്ങൾ ഇങ്ങനെ വരുമോ? സ്വപ്നങ്ങൾ വരുമോ? ഇല്ല, നമ്മുടെ അച്ഛനമ്മയും വരും, മനുഷ്യരും വരും പോവും. പക്ഷെ എന്താണ്? ഡ്രീംസ് ആർ ഓൺ ദെയർ വേ. ആ സ്വപ്നങ്ങൾ ഇങ്ങനെ പറന്നു വരുമോ? ഇല്ല, അത് പെർസോണിഫിക്കേഷൻ. ദ അപ്ലിഫ്റ്റിംഗ് സോങ് ഇൻസ്പയർസ് ഹോപ്പ്, പ്രതീക്ഷ, റെസിലിയൻസ് ആൻഡ് ദ പവർ ഓഫ് ഹ്യൂമൻ കൈൻഡ്നസ്. ഒരു കരുണ, മനുഷ്യരുടെ കരുണനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ മെറ്റഫർ ഉണ്ട്, ഇമേജർ ഉണ്ട്, റെപ്പറ്റീഷൻ ഉണ്ട്, എല്ലാം ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. പെർസോണിഫിക്കേഷൻ, സിംബലിസം, അലിട്രേഷൻ, കോൺട്രാസ്റ്റ്, ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇത്രയുള്ള സംഭവം ഈ പോയി മനസ്സിലാക്കാൻ. ആൻഡ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി നോക്കാം. അങ്ങനെയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കാം. അതോടെ ദ ലാസ്റ്റ് പോയിം ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തീർക്കാം. വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഇസ് അബൌട്ട്? സോങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രിഡ്ജ് പണിയാൻ പോവാ അല്ലേ? ബ്രിഡ്ജ് പണിയുമ്പോൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ആയിരിക്കണം, അതാണോ? അല്ല, ഇറ്റ് ഈസ് അബൌട്ട് സെൽഫ്ലെസ് ലവ്, സപ്പോർട്ട്, ഫ്രണ്ട്ഷിപ്പ്. ദ സോങ് ഇസ് അബൌട്ട് എന്താണ്? സപ്പോർട്ട്, ലവ് ആൻഡ് ബീങ് ദെയർ ഫോർ സംവൺ ഡ്യൂറിങ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടുള്ളപ്പോൾ വേറൊരാൾക്ക് വേണ്ടി സഹായിക്കുക. It conveys a message of friendship, comfort and encouragement, reassuring that no one has, ആരും തന്നെയല്ല ബുദ്ധിമുട്ട സമയത്ത്. ഓക്കെ, what do you mean the singer means by bridge over troubled water? Bridge over troubled water എന്ന് പറയുമ്പോൾ എന്താണ്? It is a metaphor. എന്താണ്? ഒരു മെറ്റഫർ ആണ് for offering help, protection and support while going through difficult times. ഓക്കെ, അത്ര എഴുതിയാൽ മതി. ഓക്കെ, ഇത് എഴുതി വെക്കാം, അത്രേ ഉള്ളൂ. ബ്രിഡ്ജ് പറയുന്നത് എന്താണ്? നിനക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും. ദ സിംഗർ, ഹൗ ഡസ് ദ സിംഗർ ഡിസ്ക്രൈബ്സ് വൺ റോൾ when someone is feeling down? ഒരാൾ സങ്കടമായിരിക്കുമ്പോൾ നമ്മൾ എന്താണ്? ബല്ലേ ബല്ലേ ഷബ ഷബ, അങ്ങനെയാണോ? അല്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യും, നമ്മളെ കൂടെ ഉണ്ടാവും എന്നാ പറയുന്നത് അല്ലേ? ദ സിംഗർ ഡിസ്ക്രൈബ്സ് ബീങ് എ സോഴ്സ് ഓഫ് കംഫർട്ട്, സമാധാനത്തിന് ഞാൻ ഉണ്ടാവും, ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കും. നിന്റെ മുഖത്തെ കണ്ണുനീരൊക്കെ ഞാൻ തുടച്ചു കളയും. ഓക്കെ, സ്റ്റാൻഡിങ് ദെയർ ബൈ ദെയർ സൈഡ്, ഹെൽപ്പിംഗ് ദം ഓവർകം, ബുദ്ധിമുട്ടുകൾ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും. What according to the poet will ease your mind? നിനക്ക് മനസ്സിന് സമാധാനം, ശാന്തി എപ്പോഴാണ് കിട്ടുക? എന്താണ്? ഹാവിങ് എ ഫ്രണ്ട് അല്ലേ? എപ്പോഴാണ് ഹാവിങ് എ ഫ്രണ്ട് ഹു ഓഫർ സപ്പോർട്ട്, കംഫർട്ട് ഡ്യൂറിങ് ഹാർഡ് ടൈംസ് വിൽ ഈസ് ദ മൈൻഡ്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് അല്ലേ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ അല്ലേ, ഒരാൾ കൂടെ നിന്നാൽ മതി, സഹായിക്കുന്നുണ്ട്, കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സമാധാനമാണ്. ദ ലിറിക്സ് സജസ്റ്റ് ദാറ്റ് ദ കൈൻഡ്നസ്, ലവ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് അല്ലേ, അതൊക്കെ എന്താണ്? ഹെൽപ്പ് പീപ്പിൾ സ്ട്രഗിൾ ഓവർകം. ഓക്കെ, ബുദ്ധിമുട്ടുകളെ നേരിടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതാണ് ഈ പോയം പറയുന്നത്. അതോടെ ഇത്രയുള്ള മനസ്സിലാക്കാനുള്ള പോയം അപ്രീസിയേഷൻ, സോങ്ങും ലൈൻ ബൈ ലൈൻ മീനിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ സോങ് ബൈ സൈമൺ ആൻഡ് ഗാർഫങ്കൽ, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ.